അന്ന് ഒരു പരിശത്തെ തുടക്കം, നല്ല മഴയും കാറ്റും എല്ലാം ഉള്ള, എന്നാൽ തൊട്ടടുത്ത ഫിരെ ഒരു കുഞ്ഞു പ്രസവിച്ചത് കാരണം ആളനക്കമുള്ള ഒരു ദിവസം. ഉവ്വ സാധാരണ പോലെ തന്നെ ചെറ്റക്കുടൽ ഇറങ്ങുവാൻ കിടന്നു. അതിങ്ങിതും ആലോചിച്ച് കിടന്നിറങ്ങിപ്പം ഇടരാവ് എപ്പോഴും നെറിച്ചിലായ ഉവ്വയ്ക്ക് കാണണ്ട മേലാവായിട്ട് കൊടും മളയത്ത് ഒരു ഭയങ്കര ലൈറ്റ് നാട്ടിനെ ഉച്ചിക്കടിക്കേണ്ടത്. ഒന്ന് ആദ്യം പേടിച്ചുവെങ്കിലും നാട്ടിലെ ഒരു പ്രധാന ധൈര്യക്കാരനായ ഉവ്വായിരിക്കുന്നത് താ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ. ബൈന്റെ ഇടത്തെന്ന് കരുതി കാന്തവിളക്കം കിടത്ത് തലക്കൊരു ശീലയും കെട്ടിക്കൊണ്ട് ഉവ്വ ഇങ്ങനെ മേലാവായിക്ക് നടക്കണ്ട. അപ്പൊ ഉവ്വ ബാരിക്കണ്ട 4-5 പരിശത്തും പിന്നെ നമ്മ കൂടെ റേഡിയോനോൾ അനൗൺസ് ചെയ്ത് ചൊല്ലിക്കൊണ്ട് നമ്മ കുളീനുള്ളക്കെല്ലാം കിടപ്പാൻ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം കന്നുവല്ലി. ഇപ്പൊ കറിയിക്കാതെ യുദ്ധം ആയിപ്പനാ പോലോ. മേലാവായി എത്തിയ ഉവ്വയ്ക്ക് പ്രത്യേകിച്ച് ഏതും കണ്ടേല. ഫാറ്റിനെ മേലുണ്ട് നല്ല ബിജിൽ ലൈറ്റ് അടിക്കേണ്ടത് മാത്രമാണ് കണ്ടത്. തിരിച്ചു വന്ന ഉവ്വ സുബനസ്കരിച്ചേച്ചും വീണ്ടും മേലാവായിക്ക് പോണ്ട. മേലാവായി പോയി നോക്കേണ്ടതൊക്കെ മേലാവായി ഭയങ്കര ആളനക്കം. MBSF-ഉം പോലീസും ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാം കൂടിന പാറ്റിന ഉച്ചി ഒരു ഭയങ്കര കപ്പലേറി വിട്ടിന. പിറ്റേന്ന് ഈനെ ബലിച്ചെളിപ്പാൻ ഒരു ടഗ് വൈൻഡ, അത് കഴിഞ്ഞ് വേറെയും ഒരു ടഗ് വൈൻഡ. ഇവ 2 ആഴ്ചയോളം നിന്ന് പണിയെടുക്കണ്ട, പക്ഷെ ഫലം 0. ഈനാടെ 10ാമത്തെ ദിവസം തണ്ണീൻ റേഷനും എല്ലാം തീരുവാൻ കാലത്ത് കപ്പലൊച്ചിയുള്ള പണിക്കാർ കപ്പലും ഒഴിച്ചേച്ച് എളിയണ്ട. അവള ഗവൺമെന്റ് ഷെഡ് കെട്ടി വടക്കും തലേ താമസിപ്പിക്കണ്ട. ഈ സമയത്തെല്ലാം മര്യാദയ്ക്ക് ഇതൊന്നും നാട്ടുകാരെ നിന്ന് നിൽക്കുവാൻ പെടാതെ നാട്ടിനെ മേലാവ, അതായത് നാട്ടിനെ നെടുവ മുതൽ വടക്കും തല വരെ മേലാവായും ബില്ലത്തിങ്ങെല്ലാം 144 പാസ്സാക്കണ്ട. അപ്പൊ ഇതെല്ലാം കണ്ട ഉവ്വയ്ക്ക് തോന്നണ്ട ഈ അതിശയത്തെ കപ്പലൊന്ന് നേരിട്ട് പോയി നിന്ന് കാണുവാൻ ഭയങ്കര ഒരു ആശ. കുറഞ്ഞ ദിവസം കഴിഞ്ഞ് ആളും അനക്കവും എല്ലാം ഒന്ന് അടങ്ങിയേലം ഉവ്വയും കീളാവായിട്ട് 6 ബലിക്കണ്ടേ വിളിച്ചോണ്ട് ചക്കല കൂട വടക്കും തലയിലെ ബലിച്ച് അന്തി പട്ടേലം കപ്പല കടക്കടക്കണ്ട. കൂട്ടത്ത് വിദ്യാഭ്യാസമുള്ള ഇക്കാക്ക കപ്പല പേര് വായിക്കണ്ട. പെസഫിക്കോ എവററ്റ് IMO 514 2566 റോപ്പ് എറിഞ്ഞു കൊളുത്തി എല്ലാരും കപ്പലക്ക് തൂങ്ങിയേറണ്ടേലം ഫ്ലാഗ് നോക്കി വീണ്ടും ഇക്കാക്ക കൊല്ലണ്ട. ഇത് ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയെ കൊണ്ടി ഏറി നോക്കിട്ടേക്ക് പോർട്ട് ഓഫ് രജിസ്ട്രേഷൻ മൊൺറോവിയ എന്നെഴുതിയന സേട്ടക്കുള്ള ബായിൽ താളും കിട്ട് ഫൂട്ടീന. ഉവ്വ താളടിച്ച് പൊട്ടിക്കണ്ടേല ബാരിക്കണ്ട. ഇത് എവിടേണ്ട് വന്ന കപ്പലായിരിക്കും? ഈനാ മുതലാളി ആരായിരിക്കും? ഇതെന്നും ഇന്നാട്ടൊക്കെ വന്നപ്പെട്ടത്. വർഷം 1961. ഹോളോകോസ്റ്റ് കൂട്ടക്കൊലകൾക്ക് ശേഷം ജർമ്മനിയും ഇസ്രായേലും സൗഹൃദം നിലനിൽക്കുന്ന, ഹോളോകോസ്റ്റിന് പ്രായശ്ചിത്തം നൽകുന്ന ഒരു കാലഘട്ടം. ജർമ്മനിയിലെ ജസ്റ്റ് റെഫ്റ്റ് എന്ന ഷിപ്പ് യാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് എൽയാം എന്ന ഇസ്രായേലിലെ കമ്പനി റെഫ്രിജറേറ്റഡ് കാർഗോ വഹിക്കാനുള്ള 2 സിസ്റ്റർ കപ്പലുകൾ നിർമ്മിച്ചു. ഒന്ന് MV ഹർ റാമൻ, മറ്റൊന്ന് MV ഹർ ഗിലിയാഡ്. 5083 ഗ്രോസ് ടണ്ണേജുള്ള കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ഫ്രോസൺ കാർഗോസ് എടുത്ത് ഇറാനിലെ അബാദൻ പോർട്ടിൽ ഇറക്കി തിരിച്ചു വരുന്ന വഴിയാണ് 1976 മെയ് 31 കാറ്റിലും കോളിലും പെട്ട് കടമത്ത് ദ്വീപിന്റെ വടക്കേ അറ്റത്തെ റീഫിൽ ഇടിച്ചു കയറ്റുന്നത്. മാസങ്ങൾക്ക് ശേഷം ഉവ്വയും മല്ലത്തെ ചായയും കുടിച്ചുകൊണ്ട് ലച്ചോണ്ടിരുന്ന ടൈമിലാണ് വടക്കേ കാളവും കൊണ്ട് ഗവൺമെന്റ് ഒരു അനൗൺസ്മെന്റ് പോണ്ടത്. ആരെങ്കിലും കപ്പലൊച്ചിന്റെ അറിയാതെ കട്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്നെ റോഡിനെ സേട്ടക്കിടണം, ഇല്ലെങ്കിൽ പോലീസ് കയറി പിര പരിശോധിക്കുക എന്നുള്ള രീതിയിൽ രാവിനെ പകലാക്കി ഉവ്വയും കുളിയോണ് ഈ സാധനങ്ങളെല്ലാം പൂത്തണ്ട. പോരാത്തതിന് തെയ്യിന കുളിയോണ് വിട്ട കുളിക്കെല്ലാം കിട്ട് വീണ്ടും പൂത്തണ്ട. വർഷങ്ങൾക്ക് ശേഷം കട്ട സാധനവും പൂത്തിയ ഇടവും എല്ലാം ഉവ്വയും ആൾക്കാരും എല്ലാം പറഞ്ഞു. ഉവ്വയും ഇക്കാക്കെ മൺമറഞ്ഞു. പക്ഷെ കടമത്തിന്റെ ചരിത്രത്തിലും കടമത്തിന്റെ പഴയ ആൾക്കാരെ ഓർമ്മകളിലും എല്ലാം ശത്തകപ്പലും അതുമായി ബന്ധപ്പെട്ട കഥകളും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒളിമങ്ങാതെ നിലനിൽക്കണ്ട.